സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ദിവസവേതനം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. വിശദമായി അറിയാം. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പുതുക്കിയ വേതനം ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നു. നിലവിൽ 346 രൂപയാണ് കേരളത്തിലെ തൊഴിലാളികൾക്ക് പ്രതിദിനം ലഭിക്കുന്നത്. 6.65% വർധനവ്. കേരളത്തിൽ പുതുക്കിയ നിരക്ക് പ്രകാരം 369 രൂപയാണ് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ദിവസക്കൂലി. ദേശീയ തലത്തിൽ 2 മുതൽ 7% വരെയാണ് വർധനവ്. പുതുക്കിയ നിരക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ഹരിയാനയിലാണ്. 400 രൂപയാണ് തൊഴിലാളികൾക്ക് ലഭിക്കുക. മറ്റൊരറിയിപ്പുള്ളത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിച്ചു. ഏപ്രിൽ 4-നകം ഇതിന്റെ വിതരണം പൂർത്തിയാകും. ഏപ്രിൽ മുതലുള്ള പുതിയ സാമ്പത്തിക വർഷത്തിൽ ഒരു ഗഡു കുടിശ്ശികയും ലഭിക്കും. 2025-26 പുതിയ സാമ്പത്തിക വർഷത്തിൽ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. വിഷുവിന് മുന്നോടിയായി ഒരു ഗഡു കുടിശ്ശികയും 1 മാസത്തെ ക്ഷേമ പെൻഷനും അടക്കം 3200 രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. ഏപ്രിൽ മാസം പെൻഷൻ വിതരണം നേരത്തെ ഉണ്ടാകുമെന്നാണ് അറിയിപ്പ്.